സ്നേഹമുള്ളവരെ, തിരുസഭ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയുടെയും വിശുദ്ധ ജവാക്യമിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. സഭ മാതാപിതാക്കളുടെ പ്രത്യേക ദിവസമായിട്ടാണ് ഈ തിരുനാളിനെ കാണുന്നത്. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ നേരുന്നു. വിശുദ്ധ അന്നയും വിശുദ്ധ ജവാക്യമും ദാവീദ് വംശത്തിൽപ്പെട്ടവരായിരുന്നു. അന്ന യൂദയായിലെ ബെത്ലേഹേമിലായിരുന്നു ജനിച്ചതെങ്കിലും ജവാക്യമുമായുള്ള വിവാഹശേഷം നസ്രത്തിലായിരുന്നു അന്നയും ജവാക്യമും ഒരുമിച്ച് ജീവിച്ചിരുന്നത്. വളരെ സന്തോഷകരമായ ജീവിതമാണ് അവർ ജീവിച്ചതെങ്കിലും മക്കളില്ലാത്ത അവസ്ഥയിൽ അവർ അതിയായി ദുഃഖിച്ചിരുന്നു. ജവാക്യമും അന്നയും ഈ നിയോഗവുമായി ദേവാലയത്തിൽ എന്നും കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവരുടെ പ്രത്യാശപൂർണമായ നിരന്തര പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ഒരു പെൺകുഞ്ഞിനെ നൽകി അവരെ അനുഗ്രഹിച്ചു. ആ കാലഘട്ടത്തിൽ ഭക്തരായ മാതാപിതാക്കന്മാർ തങ്ങളുടെ സന്താനങ്ങളെ ശൈശവത്തിൽ തന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി ദൈവ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുന്ന ഒരു പതിവ് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, ദേവാലയ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ തിരുവസ്ത്രങ്ങൾ നെയ്യുക തുടങ്ങിയ സൽകൃത്യങ്ങൾ അവർ ചെയ്തിരുന്നു. ഈ ആചാരമനുസരിച്ച് വിശുദ്ധ അന്നയും ജവാക്യമും അവരുടെ ഏക സന്താനമായ പരിശുദ്ധ മറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചു. വിശുദ്ധ അന്നയെയും ജവാക്യമിനെയും കുറിച്ച് കൂടുതലൊന്നും ഗ്രന്ഥത്തിൽ പറയുന്നില്ലെങ്കിലും ആദിമ ക്രിസ്ത്യാനികൾ ഇവരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. വിവാഹിതരുടെയും മാതാപിതാക്കന്മാരുടെയും വിധവകളുടെയും കുട്ടികളില്ലാത്തവരുടെയും മധ്യസ്ഥരാണ് വിശുദ്ധ അന്നയും വിശുദ്ധ ജവാക്യമും. വിശുദ്ധ അന്നയുടെയും ജവാക്യമിൻ്റെയും തിരുനാൾ ദിവസമായി ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ജനിപ്പിക്കുന്നവരായി അവിടുത്തെ ഫലം പുറപ്പെടുവിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.